കേരള കോൺഗ്രസ് എവിടെയുണ്ടോ ഭരണമുണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ അവിടം വരെ പറഞ്ഞത് കറക്റ്റാണ്. അതിനുശേഷം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട്, അത് നിങ്ങൾ വിട്ടു. ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്, ആ ഇടതുപക്ഷമാണ് ഭരണത്തിൽ വരുന്നതെന്ന് പറഞ്ഞു. കേരള കോൺഗ്രസ് എവിടെയാന്ന് ആദ്യം പറഞ്ഞായിരുന്നു. ഈ മുന്നണി മാറ്റ ചർച്ചയില് വാർത്തയായതിന് പിന്നില് കേരള കോൺഗ്രസിന്റെ വിശ്വാസം തകർക്കുക എന്നുള്ള അജണ്ട വെച്ചിട്ട് ആണെന്ന് കരുതുന്നു. അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ അതങ്ങനെ തന്നെ കരുതുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ അജണ്ട ഞങ്ങൾ തുറന്നിട്ടില്ല. ഞങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആക്ഷേപിച്ച് പറയാൻ, ഞാൻ എൻ്റെ ഒരു ഭാഷ നോക്ക്, ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ ആരെയും ആക്ഷേപിച്ച് പറയാറുണ്ടോ? ഞാൻ ആക്ഷേപിച്ച് പറയാറില്ലല്ലോ. ഉത്തരങ്ങൾ കൊടുക്കും, വ്യക്തമായ വാക്കുകളിൽ ഞാൻ ഉത്തരങ്ങൾ കൊടുക്കും. പക്ഷേ അതിനുശേഷം ഞാൻ ഇന്നയാളെ കണ്ടു, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന, ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരു എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുമായ ഗൾഫിൽ പോയി 2 ദിവസത്തേക്ക് ഞാനിവിടെ പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ 5 MLA-മാരും അവിടെ ഈ പറയുന്ന പരിപാടിക്ക് പോയി. അവിടെ CPM-നോ ഇടതുപക്ഷത്തിനോ ഒരു പരാതിയില്ല. പിന്നെ ആർക്കാ ഈ പരാതി? എന്നെ കണ്ടില്ല, ഞാൻ പോയില്ല. അത് ശരിയാണോ? അതങ്ങനെ വളച്ചൊടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ്, ആ സംശയം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ട് വെക്കും. മുന്നോട്ട് കൊണ്ട് വെച്ചിട്ട് ഞങ്ങളുടെ ഈ ജനങ്ങൾക്കിടയിൽ സംശയം കൊണ്ടുവന്ന് എത്തിക്കുക, അത് ഒരിക്കലും ശരിയായില്ല എന്നുള്ളതാണ്. അത് ആരാകട്ടെ ചെയ്തത്, മാധ്യമങ്ങളുണ്ട്, അതിൻ്റെ പിന്നിൽ വേറെ വല്ലവരും കാണുന്നു, ചെയ്തിട്ടുണ്ട്, ശരിയായില്ല. ഞാൻ തിരുവനന്തപുരം ആയിരിക്കും, കോഴിക്കോടായിരിക്കും, എനിക്കറിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വിസ്മയത്തിന്റെ ഭാഗമായി കുറെ അജണ്ടകൾ വരുന്നത്, അതിന് CKP പത്മനാഭ അടക്കം വന്നു. അതിന്റെ ഭാഗം തന്നെയാണ് കേരള കോൺഗ്രസ് എങ്ങനെയാണെന്നുള്ള ഈ പദ്ധതി. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അത് അവരോട് ചോദിക്കണം. വിസ്മയം ഏതൊക്കെയാണ് അവരുടെ ലിസ്റ്റിലുള്ളത് ചോദിക്കണം. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ആരാണ് ഇതിന് പിന്നിൽ? CPM മന്ത്രിമാരുടെ ചില സ്റ്റാഫുകൾ കൂടി ഇതിനകത്ത് പങ്കെടുത്ത് പറഞ്ഞ് ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിലുള്ള